ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം. മേടക്കൂറ്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്കും നല്ല സമയമാണ്. ഹോട്ടൽ വ്യവസായവും പുഷ്ടികരമായിരിക്കും. കലാ കായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച പുരോഗതി ഉണ്ടാവും. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. ഭൂമി കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. ബിസിനസ്സുകാർക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും. ദാമ്പത്യ ജീവിതം ശുഭകരമായിരിക്കും. നാൽക്കാലി വളർത്തൽ, കാർഷികം എന്നീ മേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാവും. കലാ കായിക രംഗത്തുള്ളവർക്കും ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും. ദോഷപരിഹാരമായി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുരവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. ഇടവക്കൂറ്, കാർത്തിക മുക്കാൽ രോഹിണി മകയിരത്തിൻ്റെ ആദ്യപകുതി. തൊഴിൽ രംഗത്ത് ക്ലേശങ്ങളുണ്ടാവും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മനക്ലേശമുണ്ടാവും. അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും. കലാ കായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച അത്ര നല്ലതല്ല. കാർഷികം, റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. ദുർവ്യയങ്ങൾ ധാരാളമുണ്ടാവും. ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടും. മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. ദാമ്പത്യ കലഹങ്ങളുണ്ടാവും. സഹായികളിൽ നിന്നും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. ഉദ്യോഗസ്ഥർക്ക് മനക്ലേശമുണ്ടാവും. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതിപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തിക്കൊള്ളുക. മിഥുനക്കൂറ്, മകീരാര തിരുവാതിര പുണർദം മുക്കാൽ. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് തടസ്സക്ലേശങ്ങളുണ്ടാവും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകൾ പ്രയാസമേറിയതായിരിക്കും. വിവാഹാലോചനകൾക്ക് തടസ്സങ്ങൾ നേരിടും. റിയൽ എസ്റ്റേറ്റ്, അലങ്കാര വസ്തുക്കളുടെ വിപണനം, വസ്ത്രനിർമ്മാണം എന്നീ മേഖലകളിലുള്ളവർക്ക് അഭിവൃദ്ധിയുണ്ടാവും. ഹോട്ടൽ വ്യവസായവും പുഷ്ടികരമായിരിക്കും. ഗവൺമെൻറ്റിൽ നിന്നും കാര്യതടസ്സങ്ങളുണ്ടാവും. മനോവിചാരങ്ങളും ആദിയും കൂടുതലാവും. ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കുവാൻ ശ്രമിക്കുക. മുൻകോപം നിയന്ത്രിക്കുക. ഉറക്കക്കുറവുണ്ടാവും. കലാ കായിക രംഗത്തുള്ളവർക്കും നേട്ടം കുറയും. ദോഷപരിഹാരമായി ശ്രീ ധർമ്മശാസ്താവിന് എള്ളുപായസവും നീരാഞ്ജനവും നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂറ്, പുണർദ അവസാന പാദം, പൂയം, ആയില്യം. വിവാഹാലോചനകൾക്ക് തടസ്സം വരും. ഉറപ്പിച്ച വിവാഹങ്ങൾ നടത്തുവാൻ ക്ലേശിക്കും. ബിസിനസ്സുകാർ അധിക പണം ചെലവഴിച്ച് വിപുലീകരണം നടത്തരുത്. വസ്തുക്കച്ചവടത്തിലും നഷ്ടം സംഭവിക്കാം. ദാമ്പത്യ ബന്ധം അത്ര നന്നായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും. ഉദ്യോഗാർത്ഥികൾക്ക് തടസ്സങ്ങൾ മാറി ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും. ധനകാര്യ മേഖലകളിൽ നേട്ടം കുറയും. ഊഹക്കച്ചവടത്തിൽ ലാഭം കുറയും. കലാ കായിക രംഗത്തുള്ളവർക്കും ഈ ആഴ്ച അത്ര നല്ലതല്ല. തൊഴിൽ രംഗത്ത് വേണ്ടത്ര പുരോഗതി ഉണ്ടാവുകയില്ല. ധനനഷ്ടമുണ്ടാകുവാനും സാധ്യത കാണുന്നു. വഴിയാത്രയിൽ പല വിഷമതകളുമുണ്ടാവും. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക. ചിങ്ങക്കൂറ്, മകം പൂരമുത്രത്തിൻ്റെ ആദ്യപാദം. വിദ്യാർത്ഥികൾ സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ മികവ് പുലർത്തും. വാഗ്ദാനങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ സാധിക്കും. പിന്തുണ അറിയിച്ചിരുന്നവർ സമയത്ത് ഉതകിയെന്ന് വരില്ല. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ പടലപ്പിണക്കമുണ്ടാകാം. ജോലി അന്വേഷിക്കുന്നവർക്ക് ചില നല്ല അവസരങ്ങൾ ലഭിക്കും. മാധ്യമം, പത്രപ്രവർത്തനം എന്നീ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അഭിവൃദ്ധിയുണ്ടാവും. കർമ്മരംഗത്ത് സാമ്പത്തികമായി ഉന്നതിയുണ്ടാവും. കായിക മത്സരങ്ങളിൽ നിന്നും പാരിതോഷികങ്ങൾ ലഭിക്കാം. കുടുംബസൗഖ്യം ഉണ്ടാവും. ദാമ്പത്യത്തിൽ സ്നേഹോഷ്മളതകൾ ഏറും. കലാ കായിക രംഗത്തുള്ളവർക്ക് അപ്രതീക്ഷിതമായി നേട്ടമുണ്ടാവും. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, കൂവളമാല എന്നിവ നടത്തിക്കൊള്ളുക. കന്നിക്കൂറ്, ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യപകുതി. ബന്ധുക്കളുടെ ഇടയിൽ അനൈക്യം പറഞ്ഞു തീർക്കുവാൻ സാധിക്കും. ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടമുണ്ടാവും. തൊഴിൽപരമായി സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. സർക്കാരിൽ നിന്നും ധനസഹായം ലഭിക്കും. വായ്പ, ചിട്ടി മുതലായവ അനുകൂലമായി തീർന്നേക്കാം. മാധ്യമരംഗം, അഭിഭാഷക വൃത്തി, അധ്യാപനം, സാഹിത്യം എന്നീ മേഖലകളിലുള്ളവർക്ക് വാക്കും വചനവും കൊണ്ട് ശോഭിക്കാൻ കഴിയുന്ന സമയമാണ്. കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം.
ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക. തുലാക്കൂറ് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ. വരവിനേക്കാൾ ചെലവ് അധികരിച്ചിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത ഉണ്ടാവും. ദിനചര്യകളുടെ താളം അലസത മൂലം തെറ്റുവാനിടയുണ്ട്. ബിസിനസ്സിൽ ലാഭം കൂടുമെങ്കിലും ഉപഭോക്താക്കളുമായി ഉരസലുകൾ ഉണ്ടാവാം. കടമകൾ പൂർത്തീകരിക്കുവാൻ ക്ലേശിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനും സാധ്യത കാണുന്നു. ദൂരയാത്രകൾ ആവശ്യമായി വന്നേക്കാം. കലാ കായിക രംഗത്തുള്ളവർക്ക് മനക്ലേശവും അനുഭവിക്കേണ്ടി വരും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂറ് വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. ജോലിയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യേണ്ടി വരാം. എന്നിരുന്നാലും അത് അത്ര ഫലപ്രദമാകില്ല. വിദേശത്ത് നിന്ന് ശുഭവാർത്താ ശ്രവണമുണ്ടാവും. വിദ്വജ്ജനങ്ങളുടെ അംഗീകാരം ലഭിക്കും. മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. മാർക്കറ്റിംഗ്, മീഡിയ, ജേർണലിസം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാവും. ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങൾ തുല്യമായി തീരുന്നതാണ്. വീട് മാറുന്നതിനോ ദീർഘദൂര സഞ്ചാരത്തിനോ സാധ്യത കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട കാലഘട്ടമാണ്. കലാ കായിക രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. കരാറടിസ്ഥാനത്തിലോ പ്രൊഫഷണലുകളിലായോ ജോലി ചെയ്യുന്നവർക്ക് ഈ സമയം ചില അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധ്യത കാണുന്നു. പ്രണയവുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം. സാഹിത്യകാരന്മാർക്ക് നവീനമായ ആശയങ്ങൾ ആവിഷ്കരിക്കുവാൻ പറ്റും. തൊഴിൽ രംഗത്ത് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും. കഠിനാധ്വാനത്തിന് പ്രയോജനം കിട്ടും. കടബാധ്യത തീർക്കുവാനുള്ള ഉദ്യമത്തിന് വിജയം കാണും. എതിരാളികളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കണമെന്നില്ല. കലാ കായിക രംഗത്തുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക. മകരക്കൂറ് ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടത്തിൻ്റെ ആദ്യ പകുതി. കലാപരമായ സിദ്ധികൾ പൊതുമധ്യത്തിൽ അവതരിപ്പിക്കുവാൻ അവസരം കിട്ടും. ഭാവിയെക്കുറിച്ച് പലതും ആസൂത്രണം ചെയ്യും. ചിലതൊക്കെ നടപ്പിൽ വരുത്തുവാൻ സാധിക്കും. തൊഴിൽ രഹിതർക്ക് പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ശോഭിക്കാൻ പറ്റും. പുതിയ കൂട്ടുകെട്ടുകൾ ഗുണകരമാവും. കടബാധ്യത പരിഹരിക്കാനുള്ള ശ്രമം കുറച്ചൊക്കെ വിജയിക്കും. ബാങ്കിങ്, ധനകാര്യം, അക്കൗണ്ടൻസി എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമായിരിക്കും. കഴിവുകൾ തെളിയിക്കുവാൻ സാധിക്കും. അതുമൂലം അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും ലഭിക്കും. ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിച്ച ഗുണം കിട്ടണമെന്നില്ല. വീട് വാങ്ങുന്നതിനോ പുതുക്കി പണിയുന്നതിനോ ലോണുകൾ അനുവദിച്ചു കിട്ടും. കലാ കായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും. ദോഷപരിഹാരമായി ശ്രീ ധർമ്മശാസ്താവിന് നീരാഞ്ജനവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. കുംഭക്കൂറ് അവിട്ട അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ബന്ധുജനങ്ങളുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുവാൻ സാധിക്കും. ചെറുയാത്രകൾ ധാരാളം വേണ്ടിവരും. ഊഹക്കച്ചവട വിപണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അവരുടെ നിക്ഷേപം പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. ഈ സമയം ഊഹക്കച്ചവടത്തിന് നല്ലതല്ല. ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാവും. ബഹുമുഖങ്ങളായ കർമ്മരംഗങ്ങളിൽ മുദ്ര പതിപ്പിക്കുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ കാലതാമസം നേരിടും. പുതിയ വാഹനം വാങ്ങുവാനുള്ള ശ്രമം വിജയിക്കും. സൈക്കോളജിസ്റ്റുകൾ, അധ്യാപകർ, മാധ്യമപ്രവർത്തകർ എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം നേട്ടത്തിൻ്റേതായിരിക്കും. കലാ കായിക രംഗത്തുള്ളവർക്കും ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. പുതിയ വാഹനമോ ഇലക്ട്രിക് ഗാഡ്ജറ്റുകളോ വാങ്ങുവാൻ സാധ്യത കാണുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. അവരുടെ ജോലിയിൽ പ്രശസ്തിയും പ്രോത്സാഹനവും ഉണ്ടാവും. സംഗീതം, മാധ്യമം, നാടകം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും.
ഗൃഹത്തിൽ സമാധാനവും ഐക്യവും ഉണ്ടാവും. ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതിഭാവിലാസം അംഗീകരിക്കാൻ മറ്റുള്ളവർ മടി കാണിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷ പുലർത്താവുന്ന സമയമാണ്. സഹായ മനസ്ഥിതി തനിക്ക് തന്നെ ദോഷമായി വന്നേക്കാം. തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ മനഃശാഞ്ചല്യമുണ്ടാവും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യവും തുളസിമാലയും നടത്തിക്കൊള്ളുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു.